നാടിന് നൽകിയ സുധാമണിക്കുല കേസ് വഴിത്തിരിവിലേക്ക്. സുധാമണിക്കുല കേസ് ഇനി അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് ആയിരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. അന്വേഷണം പുരോഗമിക്കുന്നെന്ന് DGP വസന്തകുമാർ അറിയിച്ചു. പോലീസ് ഒന്നും അന്വേഷിച്ച് തെളിയാൻ പോണില്ലെന്ന് ക്രൈംബ്രാഞ്ച് പോക്കും. ക്രൈംബ്രാഞ്ചാണ് നിങ്ങൾ ട്രെയിൻ ഓടിച്ചത് എങ്ങോട്ട് പോവുകയാണ്? എന്റെ അമ്മൂമ്മ ആയിരത്തോട് പോടി. നീ എന്താണ് എന്റെ പാലത്തുമ്പോ പിടിച്ചു വരുന്നത്? എടിയാണ് ഞാൻ അവിടെ നിന്ന് ശ്രദ്ധിച്ചു പോടി. ഒരു പിതുക്ക് ഞാൻ പിടിക്കാൻ കൊള്ളും. നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ കേട്ടോ. എന്തോടി നീ ആ വാതക്കുന്ന പയ്യനെ എന്തോടി നോക്കുന്നത്? നിന്റെ മരണക്കടറിൽ നിന്റെ ബൈക്ക് കിടന്ന് കറങ്ങുന്ന നടക്കുന്ന നിന്റെ കണ്ണ് കറന്ന് നടന്ന ഞാൻ കണ്ട പയ്യനെ നോക്കി. അയ്യോ അവിടെ നിന്ന് ചെറുക്കനാണ് പയ്യനെ നോക്കിയേ. അയ്യോ നിങ്ങൾ എന്തെങ്കിലും അത് സംശയിക്കരുത് കേട്ടോ. പിന്നെ അവനെ കണ്ടാലേ നമ്മുടെ വടക്കേലെ കുമാറിനെ പോലെ ഇരിക്കും. ഞാനൊന്ന് നോക്കിപ്പോയി. എല്ലാരും നിനക്ക് കണ്ട അങ്ങ് വടക്കേലെ കുമാറാന്ന് പറഞ്ഞത്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അങ്ങ് വടക്കേലെ കുമാറിനെ കാണുവന്നല്ലോ. എടി ആ ചെറുക്കൻ നല്ല മസിലുള്ള ചെറുക്കൻ. വടക്കേലെ കുമാർ വടക്കം പോലെ ഇരിക്കണമേ. അങ്ങനെ ഇരിക്കണ നിനക്ക് അങ്ങനെ തോന്നുന്ന അങ്ങനെ നിങ്ങൾ വലിയ ക്യാമനൊന്നും ആവണ്ട. നിങ്ങൾ ഇപ്പൊ ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ ഹിന്ദിക്കാരി പെണ്ണിന്റെ വെളുത്ത പെണ്ണ് അവളെ നിങ്ങൾ നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ അങ്ങനത്തെ കണ്ണിലല്ല ആ കൊച്ചിനെ നോക്കി. അങ്ങനത്തെ കണ്ണി തന്നെ നോക്കിയത്. എടി ആ കൊച്ചു സീരിയലൊക്കെ ഉള്ളതാണ്. പിന്നെ ഏത് സീരിയലിനകത്തുള്ളതാണ്? അതങ്ങനെ പെണ്ണുങ്ങൾ കാണുന്ന സീരിയലൊന്നും അല്ല. അത് മറ്റേ പാൽപായസം. ഞാൻ ഇന്നേ വരെ TV കണ്ടിട്ടില്ല. അതങ്ങനെ TV വരുന്ന സീരിയലല്ല. ഉള്ള ഞങ്ങൾക്ക് അങ്ങനെ പറയത്തൊന്നും വേണ്ട. കണ്ട എന്തുവാ ആ ചെറുക്കൻ നടന്നു പോണ കേട്ടാ. എന്തുവാ നമ്മുടെ വടക്കേലെ കുമാർ നടന്നു പോകുമ്പോലല്ലേ. നിനക്ക് എല്ലാരും ഈ വടക്കേലെ കുമാറിനെ പിടിക്കുന്ന എന്തുവാടി? ഒരു പോക്കൻ ഇവരെ വലിയ വിഷയമൊന്നല്ലേ ഇവനെ ലോൺ എടുത്ത് ഇവന് 10 സെന്റ് സ്ഥലം മേടിച്ച് വല്ലയിടത്തും പറഞ്ഞു. എടി ഈ കണക്കിന് നിന്നെ പശ്ചിമ ബംഗാളിൽ കൊണ്ടുപോയ ബംഗാളിയെ കാണുമ്പോൾ നീ പറയില്ലേ വടക്കേലെ കുണാറാന്ന് പറയുമല്ലോ. വടക്കേലെ കുണാറിനെ പോലെ ഒന്നുമില്ല. അയ്യോ വടക്കേലെ കുമാർ എന്തിനാ കൊച്ചനെ രാധയെ കൊണ്ട് എങ്ങോട്ടാണ്? ചേച്ചിയെ കൊണ്ട്. ഓ അപ്പൊ നിനക്ക് ചേച്ചിയെ കൊണ്ട് പോണ സ്ഥലം അറിഞ്ഞാൽ മതി. അണ്ണനെ നിനക്ക് അറിയണ്ട. അല്ല എങ്ങോട്ട് പോകുന്നത്? ഞാൻ എവിടെ അനിയത്തിനെ വീട്ടിൽ കുറെ ദിവസം കഴിഞ്ഞാൽ വരത്തുള്ളൂ. ഗുരുവായൂർ പോവാ. ഗുരുവായൂരാ? ആ ഗുരുവായൂര്. അണ്ണാ ഞാൻ ഗുരുവായൂർ പോവാണ്. മാറ്റം പിടിച്ച പരിപാടിയാന്ന് പറ. അവന്റെ കൊരിപ്പോക്കിന് ഇവന്റെ ശല്യകാരണമാണ് 10 ദിവസം അനിയത്തിനെ വീട്ടിൽ കൊണ്ട് നിർത്താന്ന് വെച്ചേ. അപ്പൊ അവൻ ട്രെയിൻ പിടിച്ച് എന്റെ പുറകെ ഗുരുവായൂർ. നീ ഒരു കാര്യം സത്യം നീ ആ കുണാറൂടുള്ള പ്ലാനല്ലേ? നമ്മളെ പ്ലാൻ മാറ്റുന്നു. ഗുരുവായൂർ ക്യാൻസൽ. നമുക്ക് കൊല്ലത്ത് മാടന്നറയുള്ള ചിറ്റയുടെ വീട്ടിൽ അവര് കുറെ ദിവസമായിട്ട് വിളിക്കുന്നു. ശരി കൊല്ലം കൊല്ലം. ഞാൻ പോയി ടിക്കറ്റ് മാറ്റി എടുത്തോണ്ട് വരാം. എന്തായാലും ഒരുങ്ങിട്ട് എന്തുവാടാ കൊച്ചനെ നിനക്ക്? ഞാൻ പ്ലാൻ അങ്ങ് മാറ്റി എണ്ണ. എന്തോ പ്ലാൻ മാറ്റാ? ഞാൻ ഗുരുവായൂർ പോകുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ. ഷെടാ ഇത് എന്തൊരു കൊള്ളയെന്ന് പറയാ ഈ ചെറുക്ക ഇത്. പിന്നെ എന്താ നീ അങ്ങോട്ട് പോകാൻ പോണു? ഞാനേ കൊല്ലത്തുള്ള എന്റെ ഒരു അപ്പച്ചിരി വീട്ടിലോട്ട് പോകും. നീ പറഞ്ഞു കൊടുക്കുന്ന ഞാനൊന്നും പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കല്ലായിരുന്നാ. നിന്റെ കണ്ണ് കടന്ന് നീ പറഞ്ഞു കൊടുക്കുന്ന നീ ഇല്ല നിന്റെ ഈ കുണാറങ്ങനാടി അവിടെ കൊല്ലത്ത് വരുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതങ്ങ് വെക്കാം. അപ്പൊ പിന്നെ ഞാൻ ആരെയും നോക്കൂലല്ലോ. നീ ഇപ്പൊ സൗകര്യമായല്ലോ. കണ്ണ് കടന്ന് കറങ്ങുന്ന ഞാൻ കാണത്തില്ല. ഇനിയിപ്പോ സൗകര്യമായ എനിക്ക് വേണ്ട. നിങ്ങൾ വെച്ചോ. ആണുങ്ങളാ ഇതൊക്കെ വെക്കുന്നത്, അല്ലാതെ പെണ്ണുങ്ങളൊന്നും അല്ലത്. നിങ്ങൾ എന്താ നീ തുറച്ചു നോക്കുന്നത്? അത് നിങ്ങളല്ലോ നോക്കുന്നത്. ചോമ്പ് ചുരുവാട്ട പൊങ്ങച്ചില്ലേ വീടിലുള്ള പാൽപ്പായസത്തിൽ കൊള്ളാന്ന്. ഇത് അല്ലാതെ ആ കൊച്ചിന് ഞാൻ ആ കടയിലല്ല കാണുന്നേ. ഞാൻ അങ്ങനെയാണെന്നല്ല ആവശ്യമില്ലാത്ത ഇപ്പഴി നിന്റെ അവന്റെ ഒരു കുമാർ. എന്തുവാ എന്തുവാടോ ഇയാൾക്ക്? ചുറ്റിയടി പ്രശ്നം എന്തുവാ ബഹളമാണല്ലോ. ഇയാളാരാ?
ഞാൻ പോട്ടറാ. ആ പോയിട്ട് വാടാ. ഓക്കെടാ. പോട്ടറാന്നല്ല പറഞ്ഞേ, ഞാൻ പോട്ടറാണ്, ഇവിടുത്തെ കൂലിക്കാരനാണ്. ഇവിടുത്തെ പോട്ടറാണോ? ആ. എന്റെ പൊന്നു പോട്ടറായത് ഞങ്ങളുടെ കുടുംബക്കാരിയാ. ആ. ഇവിടെ വേറെ എന്റെ പിന്നെ കുണാറെന്ന് പറഞ്ഞ ഒരുത്തരുണ്ട്. അവനെ എനിക്ക് അത്ര അങ്ങോട്ട് പോരാ. അപ്പൊ അത് വേറെ വിഷയം നടക്കും. അപ്പൊ ഇയാൾ അവിടുത്തെ ലോഡ് ഇറക്കിയാൽ മതി, ഇവിടെ ലോഡ് ഇറക്കാനില്ല. കേട്ടോ, ഇവിടെ ലോഡ് ഇറക്കാൻ വരില്ല. എന്റെ പൊന്നാങ്ങളെ. ആ, ഇനിയിപ്പോ പ്രശ്നമില്ല. അങ്ങ് ആങ്ങളപ്പട്ടം കൊടുത്താൽ പിന്നെ ഞാൻ സംശയിക്കാൻ പറ്റത്തില്ല. ആരാ ഇത്? എന്റെ പൊന്നാങ്ങളെ, ഇതെന്റെ ഭർത്താവാ. ഭർത്താവന്നോ? ആ, കണ്ടാ പുള്ളിയുടെ അനിയത്തിയാണെന്ന് പറയത്തുള്ളൂ കേട്ടോ ചേച്ചി. ഈ കല്യാണരാമ സിനിമയിലെ അപ്പം മുടി വളർത്തിയ പോലെ ഇരിക്കണ എവള് ഇതാ സുന്ദരി എന്ന് പറയുമ്പോ ഇതൊക്കെയാണ് എനിക്ക് പിടിക്കാത്ത. എന്തോ വർത്തമാനം കേട്ടോ. നീ ഇങ്ങനെയൊക്കെ കോലം കെട്ടി ഇറങ്ങുന്നോണ്ട് അടി വല്ല ആണുങ്ങളും വല്ലതൊക്കെ പറഞ്ഞു. എന്റെ പൊന്നാങ്ങളെ, ദൈവം എനിക്ക് ഇത്തിരി സൗന്ദര്യം തന്നുപോയി. ഇങ്ങനെയാണെങ്കിൽ സൗന്ദര്യം കൊടുത്തിട്ടുമില്ല. അത് ശരിയാ കേട്ടോ. അത് ശരിയാന്നോടാ പോട്ടോ. ആങ്ങളൊരു കാര്യം അറിയോ? ഇങ്ങനെ ദിവസം രാത്രി കിടന്നുറങ്ങുമ്പം എന്റെ ഫ്രണ്ടിൽ വെച്ചാ കണ്ട പെമ്പിള്ളാരെ ഫോൺ ചെയ്യുന്ന അറിയാവോ? ഇല്ലെന്ന് ഞാൻ അങ്ങനെ പെണ്ണുങ്ങളെ ഫോൺ ചെയ്യുന്ന നല്ല സുഹൃത്തെ. രാത്രി കൂടെ കിടക്കുമ്പോഴൊക്കെ പെണ്ണുങ്ങളെ വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ഈ വാർക്കപ്പണിക്ക് പോണ ഒരു മണ്ടനാണ് ഞാൻ. വാർക്കപ്പണിക്ക് പോകുന്ന മനുഷ്യൻ. പിന്നെ എന്റെ കാലം സിമെന്റ് ഇരിക്കാനില്ലേ, പിന്നെ ഞാൻ വാർക്കപ്പണിക്ക് പോന്ന. അപ്പൊ ഞാൻ എന്റെ കോൺട്രാക്ടർ ചിലപ്പോ തലേദിവസം വിളിക്കും, നാളെ പണിയുണ്ടോ ഇല്ലെന്നറിയാം. പിന്നെ ഏത് കൺട്രാക്ടറാണ് വിളിച്ചത് രാത്രി ഉമ്മ കൊടുക്കണമെന്ന് ചോദിക്കും. അയ്യോ എന്തോ ഈ പറയുന്നത്? അതൊക്കെ മോശം കേട്ടാ. കൊടുക്കുന്നല്ല. പിന്നെ കോൺട്രാക്ടർ രാത്രി വിളിച്ചിട്ട് ചോദിക്കും, ഇവിടെ ശശി നിനക്ക് നാളെ ഒരു 3 പേരുമായിട്ട് മറ്റേ സൈറ്റ് പണിക്കാവോ? അപ്പൊ ഞാൻ പറയും നടക്കത്തില്ല. ഇങ്ങനെ പറയും. എന്നാ ഒരു 7 പേരുമായിട്ട് അപ്പുറത്തേക്കാവോ? ഒരിക്കലും നടക്കത്തില്ല. അങ്ങനെ പറയുന്നേ ഞാൻ ഉമ്മ കൊടുക്കുന്നതല്ല. ഞാൻ രണ്ടുപേരും നടന്ന് ബഹളം ഉണ്ടാക്കാതെ. ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ലേ? റെയിൽവേ സ്റ്റേഷൻ എന്തോ ആയാലും ഞാൻ എന്റെ കുടുംബക്കാരും പറയുന്നത്. കുടുംബക്കാര്യം പറയാനുള്ള കുടുംബക്കാര്യം പറയാനുള്ള വേദി ഇതാണോ? കുടുംബത്തല്ലേ പറയേണ്ടത്? നീ വേറൊരു വേദി കെട്ടിത്താടാ, ഞാൻ അങ്ങോട്ട് വരാം. അതല്ല, ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ചേട്ടൻ അറിയാമേലേ? എന്താ പ്രശ്നം? ഇവിടെ ഇപ്പൊ തൊട്ടടുത്ത് ഒരു മരണം നടന്നറിയാവോ? ഒരു കൊല നടന്നറിയാവോ? സുധാമണി. ആ സുധാമണി കേസ് ഇപ്പൊ വഴിത്തിരിവിലായിട്ടിരിക്കുക. അപ്പൊ പോലീസുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയം നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ വിളിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ആകെ പൊല്ലാപ്പാവും. പിന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ക്രൈംബ്രാഞ്ചിന് കൈമാറി അന്വേഷണം. അങ്ങനെ കൈമാറി. ഓ അത് ശരി. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. പിന്നെ വേറെ കാര്യം പറഞ്ഞു. ഈ ഇതിന്റെ കേസിന്റെ ഒരു തെളിവ് കൊടുക്കുന്നവർക്ക് 5 ലക്ഷം രൂപ സർക്കാർ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെ? ഈ കേസിന്റെ തെളിവ് ആരെങ്കിലും കൊടുക്കാനുണ്ടല്ലോ, അവർക്ക് 5 ലക്ഷം രൂപ സർക്കാർ കൊടുക്കും. അങ്ങനെ കൊടുക്കും. പിന്നെ പിന്നെ അങ്ങനെ ഇപ്പൊ തെളിവ് പറഞ്ഞ 5 ലക്ഷം രൂപ ഒക്കെ അങ്ങനെ അങ്ങ് ഇരിക്കുവാന്നോ? എന്തുവാ എത്രയോ കേസുകളില് അങ്ങനെ കൊടുക്കുവോ? അത് ശരി. അങ്ങനെ കൊടുക്കുന്നുണ്ടല്ലേ? കൊടുക്കുന്നുണ്ടെന്നേ. 5 ലക്ഷം കിട്ടിയ 3 ലക്ഷത്തിന് ഒരു 50,000 വെച്ച് എങ്ങനെ കളിച്ചാലും ഒരു 6 സെന്റ് സ്ഥലം കുമാറിനെ അവിടുന്ന് മാറ്റാം. പൈസ എടുത്ത് മറിച്ചാൽ എന്തെങ്കിലും കാര്യം നടക്കും. സംഭവം ഒരു എന്തുവാടി നിങ്ങൾ എന്തോ പറയാൻ പോവാ? 5 ലക്ഷം രൂപ കിട്ടാൻ പോണ. നീ പൊട്ടത്തരം പറയില്ലടി. നമ്മുടെ ചെന്ന് പറഞ്ഞാൽ കിട്ടുമെന്ന് അവൻ പറയുന്നേന്ന്. വെറുതെ ആവശ്യമില്ലാത്ത ഏണി പിടിച്ച് തലയിൽ വെക്കരുത്. ഓട്ടാ പിടിച്ച് ഞാൻ പിടിക്കാറുണ്ട് കേട്ടോ. തലയ്ക്ക് ഇതിനകത്ത് ഇരിക്കുന്ന എന്തോന്ന് ഓർത്താ? കുറച്ച് പേനും ഈരും അല്ലാതെ എന്തോന്ന് സുഹൃത്തെ, എന്ത് കാണിക്കാൻ പോവാ? 5 ലക്ഷം രൂപ കിട്ടുന്നത് നീ തോന്നി പറഞ്ഞ വേണ്ട. ആവശ്യമുള്ള വിളിച്ച് പോലീസ് പിടിച്ചോണ്ട് പോകും. നിങ്ങൾ പോലീസൊന്നും പിടിച്ചോണ്ട് പോകത്തില്ല. ഞാൻ അവിടെ എന്ന് പറയുന്നത്. പോലീസ് പിടിച്ചോണ്ട് പോയി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നിങ്ങൾ കാല് മുകളിലും തല താഴെ തലകുത്തനെ കെട്ടി തൂക്കിയിടും. ആർക്കാ നഷ്ടം? ആർക്ക് നഷ്ടം? അവർക്കാ. എടി ഇത് എന്റെ കാല് മേളിലും തല താഴെയായിട്ട് കെട്ടി തൂക്കിയിട്ടു. ഇവരാരുടെ മുഖത്ത് നോക്കി ചോദ്യം ചെയ്യും. ഇനിയിപ്പോ അഥവാ ചോദ്യം ചെയ്യണമെങ്കിൽ ഇങ്ങനെ നിക്കണം. അങ്ങനെ എത്ര നേരം നിൽക്കും? അങ്ങനെ നിന്നാ ചകലം കഴിയുമ്പോ തല കറക്കണം. ദാ പോണ് കണ്ടാ കയറും ആർക്കായാലും. അതാണ് പ്രശ്നം. അതുകൊണ്ട് എനിക്ക് വിഷയമില്ല. അത് മാത്രമല്ല, പിന്നെ നിങ്ങൾ പോലീസ് പിടിച്ചു കഴിഞ്ഞാലേ അവര് നിങ്ങൾ കാലിലും കയ്യിലും ഓരോ നഖമായിട്ട് ഇങ്ങനെ പിഴുതെടുക്കും. അറിയാമോ? ഇതുകൊണ്ട് വോട്ടടി ഈ കുടിനാഗം എല്ലാം കൂടെ ഒരു കുടിനാഗത്തിന് 5 ലക്ഷം രൂപ നിന്റെ അച്ഛൻ കൊണ്ട് തരുവാടി. ഇതുകൊണ്ട് വോട്ടടി എനിക്ക് പൈസ മതി. എനിക്ക് കുണാറിനെ അവിടുന്ന് മാറ്റണം. എനിക്ക് അത്രേ ഉള്ളൂ. നീ മിണ്ടരുത്, ഞാൻ പറഞ്ഞോളാം. നീ മിണ്ടാക്കി. അതെ, എന്നോട് പറഞ്ഞ കാര്യമില്ല. നീ ഇങ്ങോട്ട് വന്നേടാ. തുന്നടാ ഇരുമ്പോ തുന്നടാ. കൊച്ചേ, ഈ സംഭവം നടന്ന സ്ഥലത്തിന്റെ പേരെന്നാ? ഒറ്റപ്പുന്ന. എന്റെ വീട് എവിടാ? പ്ലാമൂട്. പ്ലാമൂട്ടിൽ നിന്ന് ഒറ്റപ്പുന്ന വരെ വെറും 1.5 കിലോമീറ്റർ. ഈ 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഈ പെങ്കൊച്ചിന്റെ സംഭവം നടന്നിരിക്കുന്നത്. ഇങ്ങോട്ട് എന്താ പടി? എന്നാ വെറുതെ ആവശ്യമില്ലാത്ത വീട്ടു കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്ത് നിങ്ങൾ വെറുതെ ജയിലിലാവരുത്. എടാ, ഞാൻ അങ്ങനെ നോക്കിയാ മതി. പക്ഷേ
അപ്പൊ ഈ തൊട്ടപ്പുറത്താണ് ഈ സംഭവം നടക്കുന്നത്. മൊത്തം കണ്ട ആളാണ് ആരൊക്കെ ചെയ്തതെന്ന് എനിക്കറിയാം. എങ്ങനെയായിരുന്നു കേട്ടത്? എല്ലാരും, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വാർക്കപ്പണിക്ക് പോണ ആളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. വാർക്കപ്പണിക്ക്. അപ്പം ഞാൻ വെളുപ്പിനെ ഒരു 3-3:30 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേക്കും. ഞാൻ വെളുപ്പിനെ ഞാൻ എഴുന്നേക്കും. നിങ്ങളുടെ ആരോഗ്യം. അതെ അതെ, കാരണം എനിക്ക് പണിക്ക് പോകാൻ, ഈ പണിയാണല്ലോ മെയിൻ. അപ്പൊ അങ്ങനെ പണിക്ക് പോകാനായിട്ട് ഒരു 5 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. അതൊക്കെ ഒരു കട്ടൻ ചായ കുടിച്ച് നടന്ന് വന്നപ്പോ ഈ സംഭവം നടന്നതിന്റെ അന്ന് രാവിലെ വെളുപ്പിനെ ഈ പെങ്കൊച്ചിന്റെ വീടിന്റെ അവരെ നേരെ വരി എന്നെ ഇങ്ങോട്ട് വന്നേ. എന്തുവാ അരുത്, എന്ത് അരുത്. അപ്പൊ ഇങ്ങനെ ഞാൻ കണ്ടോണ്ടിരിക്കാം. ഈ പെങ്കൊച്ചോട് അപ്പൊ എന്നോട് ചോദിച്ചു, അണ്ണാ ഇവിടെ പോണ്ട. ഞാൻ പറഞ്ഞു, ഞാൻ വാർക്കപ്പണിക്ക് പോവാ കൊച്ചേ. അപ്പൊ എന്നോട് പറഞ്ഞാൽ ഞാൻ നിർമ്മാല്യം തൊടായിട്ട് അമ്പലത്തിൽ പോയിട്ട് വരുവാ കൊച്ചേട്ടാ, വേണം ഒരു ചായ ഇട്ട് തരാന്ന് പറഞ്ഞു. എനിക്ക് ചായ, എനിക്ക് പണിയാണല്ലോ മെയിൻ. എനിക്ക് എങ്ങനെയും വൈകുന്നേരം എന്റെ കാലത്ത് വലിയ പഠിക്കണം, എനിക്ക് അത്രേ ഉള്ളൂ. അപ്പൊ ഞാനങ്ങനെ ഈ പെങ്കൊച്ചിനോട് പറഞ്ഞു. പെങ്കൊച്ച് അകത്തോട്ട് കയറി പോവുകയും തൊട്ടു പുറകെ ഒരു ബൈക്കിനകത്ത് വരുന്നത് ഞാൻ കണ്ടു. ഇതിൽ എന്തോ എനിക്കൊരു പന്തി കേട്ട് തോന്നി. നേരെ ഞാൻ വെറുതെ വിടുവായിത്തരം പറയുന്നു. ഒരുത്തൻ പെട്രോളും കത്തിച്ച് ബൈക്കേ വരിക, അതിന്റെ ഇടയിൽ കയറി വരല്ലേ നീ ആവശ്യം പോയി. അത് കഴിഞ്ഞപ്പോ എനിക്ക് സംശയം തോന്നുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ മുന്നോട്ട് കടന്ന് ഇവരുടെ ബാക്കിലെടുത്ത മതിലെടുത്തങ്ങ് ചാടി. മതിലെടുത്ത് നിങ്ങൾ എപ്പോഴാണ് മതിലെടുത്ത് ചാടിയത്? 24 വർഷം മുമ്പ് നിന്നെ വിളിക്കാൻ നിന്റെ വീടിന്റെ മതിലടിയാണ് ഞാൻ വന്നത്. പഴയ കഥയൊന്നും മറക്കല്ലേ ഇല്ലാതെ, കേട്ടോടി നീ അതൊന്നും മറക്കല്ലേ, നീ ഉണ്ടായിട്ടില്ല അങ്ങോട്ട്. അപ്പൊ അങ്ങനെ ഞാൻ എടുത്ത് ചാടി. ഞാൻ അവിടെ ചെന്ന് ഈ അടുക്കളയുടെ ജനല് തുറന്ന് നോക്കിയപ്പോ കറണ്ടങ്ങ് പോയി. അവിടെ പവർ കട്ട് ആ സമയത്ത് ഞാൻ പക്ഷെ ഒരു നിഴലാലം ഞാൻ കണ്ടു. ഈ പയ്യൻ അങ്ങനെ നേരത്തെ കൂടെ കഴുത്ത് ഞെരിച്ച് തീർത്ത് കളഞ്ഞല്ലേ. പിന്നെ ഞാൻ കണ്ടച്ചല്ലേ എന്തെങ്കിലേ. ഈ സംഭവം ഞാൻ നിന്നോട് പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏത് കോടതിയിലെന്ന് പറയാൻ എനിക്ക് വിഷയമില്ല, എനിക്ക് 5 ലക്ഷം രൂപ കിട്ടിയാൽ. അപ്പം ഇത് നിന്നോട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, എനിക്ക് ഈ സംഭവം അറിയാന്നുള്ളത് മറ്റൊരാൾ അറിഞ്ഞിരിക്കണം. അല്ല പിന്നെ പോലീസുകാർ എന്നെ പറ്റിച്ചാൽ, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ നീ എന്റെ കൂടെ നിൽക്കണം. നിനക്കൊരു 20,000 രൂപ അങ്ങ് തരുവാ. എനിക്ക് 20,000 രൂപ നിനക്കങ്ങ് തരും കേട്ടോ. എന്നടാ ഉയരുമ്പോ നീ തൊള്ളായിരം നിന്റെ ഭയങ്കര ലോഡിങ് ആട്ടോ. അപ്പൊ ഒരു 20,000 രൂപ അങ്ങ് തരും. അപ്പൊ ഇപ്പൊ ഞാൻ ഗുരുവായൂർ പോവാ. പോയിട്ട് തിരിച്ചു വന്നാൽ ഉടനെ ഈ പറഞ്ഞ പോലെ പൈസ മേടിക്കുന്നു. 4,50,000 എനിക്ക് 20,000 നിനക്ക്. ഓക്കെ ഓക്കെടാ മുത്തേ, ഓക്കെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ 20,000 അവന് എടാ ഞാൻ ഓടിപ്പോത്തോന്ന് പൈസ കിട്ടിയാൽ നിനക്ക് ഞാനങ്ങ് തരും. ഞാൻ 20,000 രൂപ കേട്ടോ. സാജുവായിട്ട് പടി നീ ബാ. 5 കിടന്ന് പിടിക്കുവാ ചെറുക്കന്. എടാ ഒരു 30,000 രൂപ തരാം. തീർന്നില്ലയോ കേട്ടോ. കലിംഗ ശശിയുടെ ഫിഗറാ ചില സമയത്ത്. എടാ നീ ചെറുക്കൻ എന്തുവാ? ഞാൻ പൈസ കൊണ്ട് ഓടത്തില്ലടാ. ഞാൻ പൈസ മേടിച്ച് തരാന്ന് പറഞ്ഞില്ല. ഞാൻ ആരാണെന്ന് മനസ്സിലായി നിനക്ക്? നീ ഇവിടുത്തെ ഓട്ടറൊന്നും അല്ല, പിന്നെ ഞാൻ ക്രൈം ബ്രാഞ്ച് ഓഫീസറാണ്. ഏത്? അർജുൻ ഘോഷ്. അതിന് ക്രൈം ബ്രാഞ്ചിന്റെ യൂണിഫോം ഇതല്ലല്ലേ. എടാ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്നെ ഡ്യൂട്ടിക്ക് വിളിട്ടേക്കുവാണ്, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് പോയാലോ? എവിടെ പോവാന്? ഇതാണ് ഒരു തമാശയൊക്കെ പറഞ്ഞ അങ്ങനെയെങ്കിൽ. വെളുപ്പിനെ 3:30 നീ എഴുന്നേക്കും അല്ലേ? ഞാനോ? സത്യം പറ. നല്ല കളിയായി പോയി. ഉണ്ടച്ചക്കട മൂട്. 9 മണിക്ക് ഇവിടെ തല വെള്ളം കോരി അടിക്കണം. ഞാൻ 3:30 എണ്ണിക്കുമെന്ന് പറഞ്ഞാ എന്റെ കണ്ണി നോക്കണം. എന്തിന്? നീ ആ പെണ്ണിന്റെ പുറകെ പോകും. മഞ്ഞപ്പുണ്ട് നിങ്ങളുടെ കണ്ണി. 3:30 ഞാൻ എണീക്കില്ല സാറേ. ഞാൻ വെറുതെ നീ ആ പെണ്ണിന്റെ പുറകെ പോകുന്നു. ഇല്ല. മതില് ചാടുന്നു. നീ മതില് ചാടും. ചാടിപ്പോവും. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ആരായാലും ചാടും. മതില് ചാടി നീ ആ പെണ്ണിന്റെ വീടിനകത്ത് കേറിയില്ല. ഞാൻ എന്റെ പൊന്നാളെ ഞാൻ കണ്ടതല്ല സാറേ. ഞാൻ അങ്ങനൊക്കെ ഓരോന്ന് പറയുന്നതാണ്. കൊല്ലാനോ? ഞാനോ? ഞങ്ങളുടെ വീട്ടിൽ എവളോട് ചോദിച്ചു, മെലഞ്ഞാന്ന് എലിപ്പട്ടിക്കാത്തൊരു എലി വീണിട്ട് എവളാണ് കൊന്നത്. കിടന്ന് പടക്കുന്നത് എനിക്ക് കണ്ടിരിക്കാൻ പറ്റാത്തോണ്ടാ. ഞാൻ ചെയ്യത്തില്ല സാറേ, ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യത്തില്ല സാറേ. അങ്ങനെ പറയാം സാറേ. സാറേ ഒരു പ്രശ്നം ഞാൻ ചെയ്തിട്ടില്ല. നിരപരാധിയെ കൊണ്ടുപോകും. നിരപരാധിയാടാ. പൊന്നു സാറേ ചെയ്തിട്ടില്ല. അയ്യോ എന്നെ കൊണ്ടുപോയി. അയ്യോ വടക്കല കുമാറ്. കുമാരേ
എടാ ഞാൻ വായിക്കാതെ നാക്കടങ്ങി കിടക്കത്തില്ല. ആവശ്യമില്ലാത്ത പല വേലയും ഞാൻ പറയും. സാറുമായിട്ട് പോയി ഇനിയിപ്പൊ എന്നാന്നൊന്നും അറിഞ്ഞുകൂടാ. അല്ല പിന്നെ നീ ഒരു കാര്യം ചെയ്യാവോ? ഞാൻ മറ്റേ പ്ലാൻ അങ്ങ് മാറ്റി. ഓ ഞാൻ ഗുരുവായൂർ പോണ്. നല്ല കാര്യമാ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം. ഗുരുവായൂർ പോകുമ്പോ എവളെ അനിയത്തിയുടെ വീട്ടിലോട്ടൊന്ന് ആക്കണം. ആക്കിയിട്ട് പറ്റുന്നെങ്കിൽ 10 ദിവസം കഴിഞ്ഞൊന്ന് വിളിച്ച് വീട്ടിലാക്കിയാണ്. ഓ ശരിയാണ്. ഞാൻ ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ടാണ്. നിങ്ങളിപ്പോ എന്താ പറഞ്ഞേ? അല്ല ഞാൻ അവനെ കൊണ്ട് വിടാൻ പറഞ്ഞു കുമാറിനു. നിങ്ങളിപ്പോ കുമാറിനോട് എന്താ പറഞ്ഞേ? നിന്നെ കൊണ്ട് അവിടെ വിടാൻ പറഞ്ഞു. എന്നെ കൊണ്ട് പോവാൻ ഗുരുവായൂരല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്ത്? ഒരാപത്ത് വന്നാൽ സഹായിക്കാൻ വടക്കേലെ കുമാറേ ഉള്ളൂ.